ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. PM ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് PM ഫൗണ്ടേഷൻ ടാലന്റ് സെർച്ച് പരീക്ഷ 2025 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കായി PM ഫൗണ്ടേഷൻ മാധ്യമത്തിന്റെ സഹകരണത്തോടെ കേരളത്തിൽ നടത്തുന്ന ടാലന്റ് സെർച്ച് പരീക്ഷയ്ക്ക് ജൂൺ 20 വരെ അപേക്ഷിക്കാം. 2025 SSLC THSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ഉം CBSE പരീക്ഷയിൽ ഓരോ വിഷയത്തിലും 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും ഇതുകൂടാതെ സംസ്ഥാന ദേശീയ തല മത്സരങ്ങളിൽ കായിക കലാ സാംസ്കാരിക നേതൃത്വം സാമൂഹ്യ സേവനം വിവര സാങ്കേതികം വിജയികളായവരെയും എല്ലാ വിഷയങ്ങൾക്കും കുറഞ്ഞത് A ഗ്രേഡ് അല്ലെങ്കിൽ തത്തുല്യ മാർക്ക് എങ്കിലും നേടിയിട്ടുള്ളതുമായ SSLC CBSE വിദ്യാർത്ഥികൾക്ക് ടാലന്റ് സെർച്ച് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. പരീക്ഷാ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. സമയം 2 മണിക്കൂറാണ്. അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, പൊതുവിജ്ഞാനം, ജനറൽ ഇന്റലിജൻസ് തുടങ്ങിയ വിഷയങ്ങളിലുള്ള 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. പരീക്ഷയിൽ നിശ്ചിത മാർക്ക് നേടുന്നവർക്ക് ക്യാഷ് അവാർഡും സാക്ഷ്യപത്രം നൽകും. ഇതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്യാമ്പും പിന്നീട് ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. ആയതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 വിദ്യാർത്ഥികൾക്ക് 1.25 ലക്ഷം രൂപ PM ഫെലോഷിപ്പ് സമ്മാനിക്കും. കൂടാതെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി 5 വർഷം വരെ PM ഫെലോഷിപ്പ് നൽകുന്നതാണ്. കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത്? മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇമെയിൽ ID, ഫോട്ടോ. ഓൺലൈൻ വഴി ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്രോപ്പ് ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ക്രോപ്പ് ചെയ്താലും മതി. മാർക്ക് ലിസ്റ്റ് JPG ഫയലായിരിക്കണം. 1 MB വരേണ്ടതുമാണ്. മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയുണ്ടോ അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതായത് കലാ കായിക മത്സരങ്ങളിൽ വിജയിച്ച സർട്ടിഫിക്കറ്റുകൾ. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൈറ്റ്, ഇൻഫർമേഷൻ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. PM ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. PM ഫൗണ്ടേഷൻ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ അപ്ലൈ നൗ. PM ഫൗണ്ടേഷൻ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ അപ്ലൈ നൗ. ഈ 2 വഴിയും അപ്ലൈ ചെയ്യാവുന്നതാണ്. റീഡ് ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ അറിയാൻ കഴിയും. ഇവിടെ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. 10th രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്സായ ഇയർ ഇവിടെ വരുന്നതായിരിക്കും. വിദ്യാർത്ഥിയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. 10ാം ക്ലാസ് പഠിച്ച സ്കൂൾ നെയിം, അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൺട്രി ഇവിടെ കാണിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ എക്സാം സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സെൻറ്റർ എവിടെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അച്ഛൻ്റെ പേര് കൊടുക്കുക, അമ്മയുടെ പേര് കൊടുക്കുക. അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അറ്റാച്ച്മെൻറ്റ് അപ്ലോഡ് യുവർ ഫോട്ടോ. ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശരി മാർക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക. 10th മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കലാ സാംസ്കാരിക മേഖലയിൽ അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവ ഓരോന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡിക്ലറേഷൻ I ഹിയർ ബൈ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ നമ്പർ എഴുതി വയ്ക്കേണ്ടതാണ്. ഫർദർ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ. ഈ കൊടുത്തിരിക്കുന്നവയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷനിൽ പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല. ലോഗൗട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.